നവകേരള സദസ് പരിപാടി പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായാണ് പത്തനംതിട്ട നഗരത്തിലെ റോഡരികിൽ കൈവരികളിൽ ഈ പൂച്ചെടികൾ സ്ഥാപിച്ചതെന്നാണ് ജനം ആദ്യം കരുതിയത്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പരിഷ്കാരമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെയുള്ള കൈവരികളിലാണ് മനോഹരമായ പുഷ്പങ്ങളാൽ അലങ്കൃതമായ ചെടികൾ നിരത്തിയത്. LDF നേതൃത്വത്തിലുള്ള നഗരസഭയുടെ 3ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നഗര സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചത്. ആശയം ഗംഭീരം. തൊട്ടരികിലുള്ള റോഡ് ഉന്നത നിലവാരത്തിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് കൂടി സഹകരിക്കണമെന്നാണ് ജനത്തിന് പറയാനുള്ളത്. ഒരു കണക്കിന് അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിലും അതുപോലെ നമ്മുടെ കേരളത്തിന് പുറത്തുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ ചെടികളൊക്കെ വെച്ചിട്ട് സുന്ദരമായ നഗരം. അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, കാരണം നമ്മളുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ റോഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ആ ഒരു നിലവാരത്തിലാക്കിയിട്ടാകാമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ നവകേരള സദസ്സിനോടൊക്കെ അനുബന്ധിച്ച് ഈ കാണിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് ഈ റോഡിൻ്റെ കാര്യങ്ങളിൽ, കാരണം നമ്മുടെ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ റോഡെന്ന് പറയുന്നത് എല്ലാവർക്കും. അപ്പോൾ ആ റോഡ് കുറച്ചുകൂടി, പ്രത്യേകിച്ച് പത്തനംതിട്ട ടൗണിലുള്ള റോഡുകൾ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ശബരിമല സീസണോടൊക്കെ അനുബന്ധിച്ചാണ്. അതും ഒരു തട്ടിക്കൂട്ട് പരിപാടി തന്നെയായിരുന്നു. കാരണം പലയിടത്തും ഈ ശരിയാക്കിയ ഭാഗങ്ങളൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നന്നായിട്ട് ചെയ്തിട്ട് ഈ ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ചാൽ ഒരുപാട് സന്തോഷമായിരിക്കും. എന്നിരുന്നാലും ഇങ്ങനെ ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ ഭരണകൂടത്തെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. പൂച്ചെടികൾക്ക് സമീപം ഇങ്ങനെയൊരു കാഴ്ച അരോചകം തന്നെയാണ്. വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ചതിന്റെ ക്ഷീണം ഈ റോഡിന് ഇനിയും മാറിയിട്ടില്ല. വിവിധ സ്ഥാപനങ്ങളുടെ മുന്നിലെ പൂച്ചെടികൾ ആ സ്ഥാപനങ്ങൾ തന്നെ പരിപാലിക്കണം. നഗരത്തിലെ റിംഗ് റോഡിന്റെ വിവിധ മേഖലകളിൽ പൂന്തോട്ടം സജ്ജമാക്കാനുള്ള നടപടിയും നഗരസഭ വരും ദിവസങ്ങളിൽ ആരംഭിക്കും. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പത്തനംതിട്ടയിലെ റോഡിന്റെ വശങ്ങളിലെ കൈവരികളിൽ പൂച്ചെട്ടികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെ ജനങ്ങൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം റോഡിന്റെ ശോച്യാവസ്ഥ കൂടി പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് കൂടി ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.